GP ട്യൂബ് എന്ന് പറയുമ്പോഴേക്കും അത് പെയിൻറ്റ് ചെയ്ത്, അപ്പോൾ ഇത് ആക്ച്വലി 2024 ഇത് മുഴുവൻ ചെയ്ത സമയത്ത് നമ്മൾ ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും ഇത് ഇത്ര കാലം കഴിയുമ്പോഴേക്കും റെസ്റ്റ് പിടിക്കുമോ എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾക്കുള്ള ഒരു ഉത്തരം എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ പറഞ്ഞിരുന്നത്. ഇപ്പോൾ GI ഷീറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടുത്തെ സ്ക്രൂ ഒക്കെ ചെറുതായിട്ട് തുരുമ്പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓഫീസിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയേക്കാണ്. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡിഫറൻസ് ആണ്, അതായത് മുമ്പുള്ള കാര്യത്തിന് എന്തൊക്കെ ഡിഫറൻസാണ് വന്നിട്ടുള്ളതെന്നുള്ളത് നിങ്ങൾ പഴയ വീഡിയോ കൂടെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. നമ്മളെല്ലാം അതുപോലെ തന്നെ റിട്ടേൺ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ ഒരു പോർഷൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഗ്ലാസ് ഡോറായിരുന്നു. നമ്മൾ ചെറിയ 1-2 മാറ്റം വരുത്തിയത് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ ഈ ഒരു പുതിയ ഓഫീസിൻ്റെ ഡോർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം. അപ്പം നമ്മുടെ ഓഫീസിലേക്ക് കയറി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമ്മുടെ ഓഫീസിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മുടെ ഈ ഒരു ഓഫീസിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആകെ മൊത്തം മാറ്റിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ, ഇത് മുമ്പേ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം, നമ്മൾ ഇവിടെ മുഴുവനായിട്ട് നിങ്ങൾ ആ പുറത്ത് കാണുന്നത് പോലെ സീലിംഗ് ടൈല് തന്നെ ഫുള്ളായിട്ട് കണ്ടിന്യൂ ചെയ്തു പോയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ആക്ച്വലി ഇപ്പോൾ നമുക്കൊരു റിസപ്ഷൻ കൗണ്ടറാണുള്ളത്. നമുക്ക് നേരത്തെ 2 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സീറ്റിംഗ് സ്പേസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് നമ്മുടെ ഇഗ്ലു ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു സ്വിച്ചാണ്. അപ്പം ഞാൻ ഇതിപ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേർട്ടൻ അവിടുന്ന് നമുക്ക് ഇതൊരു വാം ഷെയ്ഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ RGB മാറുന്നത് കണ്ടോ, അത് മാറി റെഡ് ലൈറ്റായി വരുന്നുണ്ട്. സ്റ്റിൽ ആ എണ്ണയൊക്കെ ഇതിൻ്റെ മുകളിൽ ഷെയിൽവുഡിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നത് കാണാം. ഷെയിൽവുഡ് വെച്ച് ചെയ്തിട്ടുള്ള ഒരു ബോക്സാണ്. ഈ രീതിയിൽ ഇത് 2 സൈഡിലേക്ക് നമ്മൾ കറക്കുന്ന സമയത്ത് ബ്രൈറ്റ്നസ് ഈ രീതിയിൽ കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട്